ഗൈസ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ റെഡി ആയിട്ട് നേരെ കാഞ്ഞങ്ങാട് പോവാന്ന്. നേരെ കാഞ്ഞങ്ങാട് എത്തി. അവിടെ എത്തുമ്പോഴത്തേനും പാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് നേരെ 10-20 ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ആടെ എത്തിയിട്ടായിട്ടാകുമ്പോൾ ഓക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അങ്ങനെ അവിടെ ഉണ്ടായ ക്ലിപ്പൊക്കെ എടുത്തിട്ട് എൻ്റെ തലയിൽ കുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിട്ടാ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സേഫ്റ്റി പിന്നും വാങ്ങിച്ചിട്ടാ. അങ്ങനെ ക്യാമറ ഉണ്ടാകുമ്പോൾ എന്നോട് വന്ന് ക്യാമറ നോക്കുക. അങ്ങനെ കടലൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വിട്ടു കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്ന് ഒരു വെള്ളം കുടിച്ചുകൊണ്ട് അപ്പോഴത്തേതാ നമ്മൾ ശ്രീരാഗ് വന്നിട്ടുണ്ട്. അങ്ങനെ അവനോട് കാര്യം പറഞ്ഞിട്ട് നേരെ ബസ് വന്നിട്ടാകുമ്പോൾ കയറി. വിഷ്ണുവിനെ കത്തുന്നതായിരുന്നു കേട്ടോ. വിഷ്ണു കൂടി വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകുന്നത്. NSSൻ്റെ ക്യാമ്പ് നടക്കുക നമ്മൾ സൗത്ത് സ്കൂളിൽ. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളില്ലാത്ത ആദ്യത്തെ NSS ക്യാമ്പാണ്. അപ്പോൾ ഇത് പുതിയ സെക്രട്ടറി ആണ്, പാച്ചുവിൻ്റെ അനിയത്തിയും കൂടിയാണ്. അങ്ങനെ ക്യാമ്പ് നടക്കുന്നിടത്ത് പോയിട്ട് കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ഇരുന്നിട്ട് നോണയും പറയാൻ വേണ്ടി തുടങ്ങി. കുറേ കാലത്തിന് ശേഷം എല്ലാവരും കാണുന്നതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞതാ ഇവൻ അവിടേക്ക് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും. ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇന്ന് അവരുടെ കൂടെ. ക്യാമ്പിന് പോയതോടെ പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു അറിയുമോ NSS ക്യാമ്പൊക്കെ. അങ്ങനെ അവിടെ നിന്ന് നേരെ കാഞ്ഞങ്ങാടേക്ക് പോയി. അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാനാക്കി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ട് ഇരുന്നു. പെപ്പർ ചിക്കനും ബിരിയാണിയിൽ റൈസാണ് പറഞ്ഞത്. കാരണം നമ്മൾ എത്തുമ്പോൾ തന്നെ ടൈം കുറേ ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നേരെ കാഞ്ഞങ്ങാട് പോയിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വരാനുണ്ടായിരുന്നു ബസ് കയറിയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.